കാസർഗോഡ് നഗരസഭാ വൈസ് ചെയർമാനെ ചൊല്ലി മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. പരസ്യ പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്ത്. പാർട്ടി മെമ്പർഷിപ്പോ അനുഭവ സമ്പത്തോ ഇല്ലാത്ത ആളെ പണം വാങ്ങി വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കി എന്ന ആരോപണം. KM ഹനീഫിനെയാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. വലിയ ചർച്ചകളും പൊട്ടിത്തെറിയും പ്രശ്നങ്ങളും എല്ലാം എല്ലാ പാർട്ടികളിലും ഉണ്ട്. ഇപ്പോൾ കാസർഗോഡ് നഗരസഭയുടെ കാര്യത്തിലും ഇത് തന്നെ സംഭവിക്കുന്നു. എന്താണ് ഉണ്ടായത്? മോത്തി, ഇത്തരത്തിൽ UDF വലിയ സ്വാധീനമുള്ള വലിയ നിർണായകമായ ശക്തിയായ ഒരു നഗരസഭയാണ് ഇത്തരത്തിൽ കാസർഗോഡ് നഗരസഭ എന്ന് പറയുന്നത്. അവിടെ മുസ്ലിം ലീഗിനാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയിട്ടുള്ളത്. 24 സീറ്റ് UDF 22 സീറ്റ് നേടിയത് ഇത്തരത്തിൽ മുസ്ലിം ലീഗാണ്. എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ മുന്നണി മര്യാദ പാലിക്കണമെന്നുള്ള രീതിയിൽ ആദ്യം കോൺഗ്രസ് രംഗത്ത് വരുന്നു. അതിന് തൊട്ടു പിന്നാലെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ എന്നുള്ള ആ ഒരു പദവി പേയ്മെന്റ് സീറ്റാക്കി മാറ്റിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഭദ്ര മേഖലയിൽ നിന്നുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകർ പരസ്യ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഒന്നെങ്കിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ ഏതെങ്കിലും അനുഭവ സമ്പത്തുള്ള മുസ്ലിം ലീഗ് നേതാവിന് തന്നെ ഈ രീതിയിൽ വൈസ് ചെയർമാൻ സ്ഥാനം നൽകണമെന്നതാണ് ഈ പ്രവർത്തകരുടെ അഭിപ്രായം, അല്ലെങ്കിൽ അവർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം ഈ വിഷയങ്ങളിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പരസ്യ പ്രതികരണവും ഇതുവരെയും നടത്തിയിട്ടില്ല. മോദി.